നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എപ്സൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലാണ്. എന്റെ പുറകിൽ കാണുന്നതാണ് ഫ്ലാറ്റ് പാനൽ. ഇത് പവർ ബോർഡ് സീരീസിൽ വരുന്ന ഒരു ഫ്ലാറ്റ് പാനലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഈ ഇന്ററാക്റ്റീവ് പാനൽ എവിടെയാണ് ആവശ്യം വരുന്നത്? സ്കൂളുകളിൽ ആവശ്യം വരും, ട്രെയിനിങ് ഹാളുകളിൽ ആവശ്യം വരും, കോൺഫറൻസ് ഹാളുകളിൽ ആവശ്യം വരും, മീറ്റിംഗ് ഹാളുകളിൽ ആവശ്യം വരും. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഇന്ന് ഇന്ററാക്റ്റീവ് പാനലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ററാക്റ്റീവ് പാനൽ. ഇതിൽ എപ്സോണിന്റെ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്ന ഒരു പാനലാണ്. മാത്രമല്ല ഇതൊരു 4K പാനൽ കൂടിയാണ്. ഇപ്പൊ സ്കൂളിലോ കോൺഫറൻസ് ഹാളിലോ ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെളിച്ചമുള്ളിടത്താണ് ഈ ഒരു സ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്കും ബ്രൈറ്റ്നസ് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ഷൻ ഒട്ടും ഉണ്ടാകത്തില്ല. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്ക്രീനിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. മാത്രമല്ല മണിക്കൂറുകളിൽ നിന്ന് ഇത്രയും അടുത്ത് നിന്ന് ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു രീതിയിലും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യം കൂടെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്കൂളുകളിലേക്കൊക്കെ ഈ ബോർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഒരുപാട് നേരം ഈ ബോർഡിന് അടുത്ത് നിന്ന് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അവർക്ക് കണ്ണിന് ഒരു സ്ട്രെയിനും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു മൾട്ടി ടച്ച് ഇന്ററാക്റ്റീവ് പാനലാണ്. അതായത് ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് ഈ ഒരു പാനലിൽ എഴുതാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ രണ്ട് കൈയും ഉപയോഗിച്ച് ഇതിലിങ്ങനെ ഡ്രോ ചെയ്യുകയാണ്. നോക്കി, മൾട്ടി ടച്ച് ഇന്ററാക്റ്റീവ് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് ഈ പാനലിൽ എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഇന്റർഫേസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. സാധാരണ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലും നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഹോം പേജ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്സ് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഗൂഗിൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ ആപ്സ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഗൂഗിൾ ക്രോം, ജിമെയിൽ, മാപ്പ്, യൂട്യൂബ്, അങ്ങനെ ഗൂഗിളിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ ആപ്സും ഇൻബിൽഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടാകുക. മാത്രമല്ല ഇതിൽ ഒരുപാട് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ പവർ നോട്ട് പ്രോ എന്ന് പറയുന്ന ഒരു ബോർഡ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്കൂളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് ഉണ്ടല്ലോ, അതേ സംഭവം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ സ്കൂളിലെ ബോർഡ് പോലെ അല്ല ഇത്. ഇവിടെ സ്മാർട്ട് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ പവർ നോട്ട് പ്രോ എന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഇന്റർഫേസ് ആണ് ദാ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഇപ്പൊ ഗ്രീൻ കളർ ആണല്ലോ ഈ ബോർഡിന് വന്നിരിക്കുന്നത്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഈ ഒരു ബോർഡിൽ കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ മെനു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ കൊടുക്കാൻ പറ്റും. ടെംപ്ലേറ്റുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും കൊടുക്കാം. നോക്കിയേ, ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ഇതേപോലെയുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. റെഡോ ബ്ലാക്കോ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബോർഡിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ടെംപ്ലേറ്റിൽ വന്നിട്ട് ഞാൻ ടെംപ്ലേറ്റ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയൊരു പ്ലെയിൻ ആയിട്ടുള്ള ബോർഡ് ലഭിക്കുന്നതാണ്. ഈ പവർ ബോർഡിന്റെ ടൂൾസ് ഒക്കെ നൽകിയിരിക്കുന്നത് താഴ്ഭാഗത്തായിട്ടാണ്. ഇവിടെ ഫസ്റ്റ് ടൂളാണ് സെലക്ട് എന്ന് പറയുന്നത്. സെലക്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് പെൻ ടൂളിലേക്ക് ഒന്ന് പോവാം. ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് പെൻസ് കാണാനായിട്ട് സാധിക്കും. അതിന്റെ പെന്നിന്റെ തിക്നെസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഏത് പെന്നാണോ വേണ്ടത് അത് ഇതേപോലെ സെലക്ട് ചെയ്യുക. ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഒരു പെൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബോർഡിൽ എന്തെങ്കിലും ഒന്ന് ഈ രീതിയിൽ എഴുതാം. ഞാൻ എൻ്റെ പേര് ബോർഡിലേക്ക് എഴുതി. ഒന്ന് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് രൂപത്തിലേക്ക് ഇങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ പല ടൈപ്പ് പെൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു പെൻ ഇതേപോലെ സെലക്ട് ചെയ്ത് ഇങ്ങനെ എഴുതുകയാണ്. അപ്പം എന്താണ്, നമ്മൾ എന്തിനെ കുറിച്ചാണോ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട ചെറിയ ഫോട്ടോസ്, ഇമോജീസ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെന്നാണത്. അപ്പം ഡിഫറെന്റ് പെൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ററാക്റ്റീവ് പെൻ 2 ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇന്ററാക്റ്റീവ് പെൻസ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതെടുക്കുക, ഇങ്ങനെ എഴുതുക, ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഈ പെന്നിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ 2 ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 2 ടിപ്പിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമേ. വീണ്ടും നമ്മൾ പെൻ ടൂളിലേക്ക് പോകുന്നു. ഇവിടെ ആയിട്ട് ഇതിന്റെ കളർ അലൈൻമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്തു. അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് മറ്റൊരു കളർ സെലക്ട് ചെയ്യാണ്. നമുക്ക് റെഡ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ 2 കളർ ഇവിടെ സെലക്ട് ചെയ്തു. ഒരു ടിപ്പിൽ യെല്ലോ കളറും
ബാക്ക് സൈഡിൽ റെഡ് കളറുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് പെന്നിന്റെ കളർ അലൈൻമെന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എഴുതിയ കാര്യങ്ങൾ മായ്ച്ചു കളയാൻ പറ്റും. സ്ക്രീനിലുള്ള മൊത്തം കാര്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ക്ലിയർ ആവും. ഇനി അൺഡു എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ റീഡു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂൾസ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും മെയിൻ ആയിട്ടുള്ള ടൂൾസ് ആണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി ഇവിടെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ കുറെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ ആഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ പേജുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ആദ്യം ആഡ് ചെയ്ത ഒരു പേജാണിത്. സെക്കൻഡ് പേജ് ഓൾറെഡി ആഡ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് പേജ് ആഡ് ചെയ്യാം, ഫോർത്ത് പേജ് ആഡ് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വേണ്ടാത്ത പേജുകൾ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ പേജിലേക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് നെക്സ്റ്റ് ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മോർ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വരാം. മോറിൽ കുറെ അധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് ഇതിൽ നിന്ന് യൂസ് ചെയ്യുക. ടേബിൾസ് ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ഷേപ്സ് ഉണ്ട്, റൂളേഴ്സ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഞാൻ അധികം യൂസ് ചെയ്യുന്നത് സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. നമുക്കിപ്പം ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ എന്തെങ്കിലും ഒരു പിക്ചർ സെർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ബ്രെയിനിന്ന് സെർച്ച് ചെയ്യുകയാണ്. നോക്കി, ഇവിടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. CT സ്കാൻ, MRI, അങ്ങനെ കുറേ പിക്ചേഴ്സ് വന്നു. നമുക്ക് നമ്മുടെ ബോർഡിലേക്ക് ഈ പിക്ചേഴ്സ് ഓരോന്നായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് പിക്ചർ ബോർഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി മൾട്ടിപ്പിൾ പിക്ചേഴ്സ് നമുക്ക് ബോർഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓരോ പിക്ചേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ഇങ്ങനെ ബോർഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ബോർഡിന്റെ കോർണറിലായിട്ട് QR കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു QR കോഡ് ഇവിടെ ജനറേറ്റ് ആവും. ഇനി ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആപ്പ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഈ ഒരു QR കോഡ് ഇങ്ങനെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോർഡിന്റെ സ്ക്രീനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടോ, എത്ര പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഇതേപോലെ ഫോണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഇത് നമ്മൾ ബോർഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജാണ്. അതേപോലെ നമ്മൾ എത്ര പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇത് മറ്റുള്ളവർക്ക് ഈ ഒരു QR കോഡ് ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ഫോണിൽ നമ്മുടെ ബോർഡിലുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇവിടെ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് എക്സിറ്റ് ആകാൻ പറ്റും. അതേപോലെ തന്നെ ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ബോർഡിലുള്ളത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്ററാക്റ്റീവ് പാനലിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇവിടെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പിന്റെ പേരാണ് ബൈറ്റ്ലോ ഷെയർ. ജസ്റ്റ് ബൈറ്റ്ലോ ഷെയർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ബൈറ്റ്ലോ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് കാണിക്കും. അപ്പം ആ ഒരു കോഡാണ് സ്ക്രീനിൽ കാണുന്നത്. ബൈറ്റ്ലോ ഷെയറിന്റെ ആപ്പിൽ ഇവിടെ സ്ക്രീനിൽ ആ ഒരു കോഡ് കാണാനായിട്ട് സാധിക്കും. ആ കോഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ററാക്റ്റീവ് പാനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതേ സെയിം വൈഫൈയിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ഫോണിലെ വൈഫൈയും കണക്ട് ആയിരിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ. ജസ്റ്റ് ഞാൻ ഇവിടെ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഫോണിലെ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തു. ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കി. ഇവിടെ ഞാൻ ഫോണിൽ ഫോട്ടോ ഓപ്പൺ ചെയ്തപ്പം സെയിം ഫോട്ടോ ഇവിടെ നമ്മുടെ പാനലിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ ഇതേപോലെ സെയിം ആയിട്ട് നമുക്ക് മിറർ ചെയ്ത് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇവിടെ മീഡിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുകയാണ്. ഫോണിൽ പ്ലേ ചെയ്ത വീഡിയോ ആണ് ഇപ്പം ഇന്ററാക്റ്റീവ് പാനലിൽ കാണുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഫോണും ഇന്ററാക്റ്റീവ് പാനലും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ബോർഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ബോർഡിൽ ഹാർട്ട് എന്ന് എഴുതുകയാണ്. ഹാർട്ട് എന്ന് എഴുതി അതിനുശേഷം സെലക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട്
ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്മാർട്ട് റൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ക്രീനിൽ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്കിപീഡിയയിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇവിടെ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പേജിലേക്ക് ഇത് ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഇതേപോലെ ഗൂഗിളിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഗൂഗിളിൽ നിന്ന് ഈ ഒരു ഇമേജ് ബോർഡിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഷെയർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പവർ നോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഇമേജ് ഇപ്പം നമ്മുടെ പവർ നോട്ടിലേക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഈ ഒരു പാനൽ നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത്രയും വലിപ്പമുള്ള ഒരു പാനൽ ആയതുകൊണ്ട് രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൺട്രോൾസ് രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെന്റ് ബട്ടൺ, മാർക്ക്, മെനു, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെയും ഒരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം രണ്ടുപേർക്ക് ഈ ഒരു ബോർഡിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒരു PDF ഇമേജോ പവർ പോയിന്റ് വെബ് പേജോ നമുക്ക് അനോട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ USB കണക്ട് ചെയ്തിട്ടുണ്ട്. USBയിലുള്ള ഒരു ഫയൽ ഞാൻ അനോട്ടേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഫൈൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫൈൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജ്, അതേപോലെ നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ്, അതേപോലെ ക്ലൗഡ്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതെടുത്തു. അതിനുശേഷം ഇവിടെ ഞാനൊരു ഡെമോ ഫയൽ PDF ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫയലാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, അനോട്ടേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടൂൾ ബാർ നമുക്ക് കിട്ടും. ഈ ടൂൾ ബാറിൽ പെൻ ഉണ്ട്. പെന്നിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്രഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് അനോട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനോട്ടേഷൻ വളരെ അത്യാവശ്യമായിട്ട് വരും. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് പവർ പോയിന്റിലേക്കോ ഇമെയിലിലേക്കോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മൾ അനോട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പേജ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഉള്ള പോലുള്ള റീസെന്റ് ആപ്പിന്റെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതിനായിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു, റീസെന്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റീസെന്റ് ആപ്സ് ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയ എല്ലാ ഫയലുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ഉള്ളത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ ഓപ്പൺ ചെയ്ത ആ ഒരു പേജും അതിനോടൊപ്പം തന്നെ നമുക്ക് ഓപ്പൺ ആക്കേണ്ട ഏതെങ്കിലും ഒരു പേജ് കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്തു. ലാസ്റ്റിൽ ഞാൻ ആ PDF ഫയലാണ് ഓപ്പൺ ചെയ്തത്, അതാണ് ഈ കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പവർ നോട്ട് സെലക്ട് ചെയ്തു, അതാണ് ഈ കാണുന്നത്. ഇതിന്റെ സൈസ് നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് കാര്യമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് അത് നമുക്ക് വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനടുത്തായിട്ട് ഇതേപോലെ ചെറിയ സ്ക്രീനിൽ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു പേജ് കൂടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഈ സ്ക്രീന് സിംഗിൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സിംഗിൾ സ്ക്രീൻ ആക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലെ AI ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു AI ആപ്പ് ഉണ്ട്. ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് നോക്കി ഇവിടെ AI ഫീച്ചേഴ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഗ്ലോബൽ സെർച്ച് ഉണ്ട്, സർക്കിൾ ടു സെർച്ച് ഉണ്ട്, AI മാസ്റ്റർ ഉണ്ട്, അനലൈസ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, AI ചാറ്റ് ഉണ്ട്. ഇത്രയും AI ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഗ്ലോബൽ സെർച്ച് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഗ്ലോബൽ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളുടെ ഹോം പേജിലേക്ക് എത്തും. ഹോം പേജിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെങ്കിൽ എയുടെ ഫീച്ചർ അവിടെ എനേബിൾ ആയിരിക്കുന്നു. അവിടെ എയുടെ ഫീച്ചർ ഈ കാണുന്നതാണ് AI ഫീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഉദാഹരണത്തിന് ഞാൻ ഗൂഗിളിൽ കയറുന്നു. ഗൂഗിളിൽ നമ്മൾ ഓൾറെഡി ഹാർട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ AI ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹാർട്ട് എന്നുള്ളതിൽ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇത് നമ്മളുടെ ആ ഒരു AI പേജിലേക്ക് ഓപ്പൺ ആവും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സയൻസ് ആണോ ഏതാണോ മാത്സ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ലെസൺ പ്ലാൻ അത് ഒരു സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളിലേക്ക് ആവശ്യം വരിക. അതിനുശേഷം ഇതിന്റെ 3D മോഡൽ വേണമെങ്കിൽ 3D മോഡൽ, ഇമേജ് വേണമെങ്കിൽ ഇമേജ്, യൂട്യൂബ് വേണമെങ്കിൽ ആ യൂട്യൂബ്, എന്താണോ നമുക്ക് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇമേജസ് ആണോ ഡിസ്ക്രിപ്ഷൻ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അനലൈസ് വിത്ത് AI ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്നുണ്ടേ നിങ്ങൾ ഇവിടെ കണ്ടോണം ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വ ഡീറ്റെയിൽസും ഇമേജ്, യൂട്യൂബ് വീഡിയോ, അതേപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചോദിച്ച ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ 3D മോഡൽസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക്
വളരെ ഈസി ആയിട്ട് ഒരു സിംഗിൾ ക്ലിക്കിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 3D മോഡൽസ് ആണ് ഈ കാണുന്നത്. ഇനി ഇവിടെ കാണുന്ന 3D മോഡൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു 3D മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇതിന്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാനും പൊസിഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പം അത്രയ്ക്കും പ്രോപ്പറായിട്ട് തന്നെ AI ഫീച്ചേഴ്സും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സർക്കിൾ ടു സെർച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ സ്ക്രീനിലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നു വിചാരിക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് അനലൈസ് വിത്ത് AI ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ബോർഡിൽ എന്താണോ ഉള്ളത് ആ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനും AI അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ റിസൾട്ട് നമുക്ക് തരികയും ചെയ്യും. നോക്കി ഈ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് റിസൾട്ട് എടുക്കാനായിട്ട് പറ്റും. അടുത്ത ഓപ്ഷൻ ആണ് AI മാസ്റ്റർ. AI മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം നോക്കി ഇവിടെ നമുക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ വാട്ട് ഈസ് AI എന്ന് സെർച്ച് ചെയ്ത് ജനറേറ്റ് AI ലെസണിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഒന്ന് AI പിക്ക് ചെയ്ത് തരും. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ബോർഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കി അത് നേരെ ബോർഡിലേക്ക് ഇതേപോലെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ബോർഡിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്ത AI ഓപ്ഷൻ എന്താണെന്ന് കാണിച്ചു തരാമേ. അതാണ് അനലൈസ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷന്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ക്രീൻഷോട്ട് പോലെ ഇവിടെ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് സ്ക്രീനിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു സമ്മറി എടുക്കണമെന്നുണ്ടെങ്കിൽ അനലൈസ് വിത്ത് AI എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സമ്മറി ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമ്മൾ പ്രസന്റ് ചെയ്ത കാര്യത്തിന്റെ ഒരു സമ്മറി നമുക്ക് വളരെ ഈസി ആയിട്ട് AIയുടെ സഹായത്തോടെ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അടുത്ത AI ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. AI ചാറ്റ് സാധാരണ നമ്മുടെ ചാറ്റ് GPT ഒക്കെ പോലെ വർക്ക് ചെയ്യും. നമ്മൾ ഈ ബോർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഒന്ന് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. വോയിസ് കൊടുത്തുകൊണ്ടും നമുക്ക് ഇവിടെ ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിന്റെ ആൻസേഴ്സ് ഇവിടെ ഒന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും AI ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. വലിയൊരു ബോക്സിലാണ് ഇത് വന്നത്. ഇതിന്റെ സൈസ് തന്നെ 65 ഇഞ്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു വെൽ പാക്ഡ് ആയിട്ടാണ് വന്നത് ഇത്. കാരണം ഒരു രീതിയിലുള്ള ഡാമേജും ഇതിൽ ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സാധനം റിസീവ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കോർണറിലായിട്ട് പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. 2 LED ലൈറ്റ്സ് കാണാൻ സാധിക്കും. ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, USB പോർട്ടുകൾ 2 നൽകിയിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു സ്പീക്കർ ഉണ്ട്. ഒരു സ്പീക്കറുള്ള ഫ്രണ്ടിൽ നമുക്ക് 2 സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇന്ററാക്റ്റീവ് പെൻ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ള 2 പോർഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമല്ല ഇത്രയും കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉള്ളത്, ബാക്ക് സൈഡിലും ഇതേപോലെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് വിൻഡോസ് അറ്റാച്ച് ചെയ്യാനും അത് റൺ ചെയ്യിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ബാക്ക് സൈഡിലും കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബോക്സ് കണ്ടന്റ് ആയിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു റിമോട്ട് കൺട്രോള്, പവർ കോഡ്, HDMI കേബിൾ, 2 ഇന്ററാക്റ്റീവ് പെൻസ്, ഒരു വാൾ മൗണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സ്ക്രൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു യൂസർ മാനുവലുമാണ് ബോക്സ് കണ്ടന്റ് ആയിട്ട് കിട്ടിയത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം കുറെ അധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. ഇനിയും കുറെ കാര്യങ്ങളോട് പറയാറുണ്ട്, പക്ഷെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ഇവിടെ നിർത്തിയാണ്. ഈ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ബിൽഡ് ഇൻ Android 14 വരുന്നത്. 8GB റാമും 128GB സ്റ്റോറേജും ഇതിൽ കിട്ടുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ ഇപ്പം ഇന്ററാക്റ്റീവ് പാനൽസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ററാക്റ്റീവ് പാനൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ പീസ് ആയാലും ബൾക്കായിട്ടാണെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. KM ടെക്നോളജീസ് ആണ് എപ്സോൺ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവരുടെ നമ്പറാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് പാനൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 3 ഇടത്തായിട്ട് എക്സ്പീരിയൻസ് സെന്ററുകളുണ്ട്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലും, ട്രിവാൻഡ്രത്ത് പട്ടത്തും, അതേപോലെ കൊച്ചിയിൽ കടവന്ത്രയിലുമാണ് ഇതിന്റെ എക്സ്പീരിയൻസ് സെന്ററുകൾ ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റിയൽ ടൈം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ നമ്പറും ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. 3 ഇയേഴ്സിന്റെ ഓൺ സൈറ്റ് വാറന്റിയാണ് എപ്സോന്റെ ഈ ഒരു പാനലിന് ബ്രാൻഡ് നൽകുന്നത്. പിന്നെ ഇൻസ്റ്റാളേഷൻ ട്രെയിനിങ്ങും ഡെമോയും ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും ഒക്കെ നൽകുന്നത് KM ടെക്നോളജീസ് ആണ്. അപ്പൊ ധൈര്യമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ
പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.